PCO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് ഹസ്ബൻഡിനെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. അതായത് മറ്റൊരു അവിടെ വേറൊരു രോഗം തന്നെ ഫോം ചെയ്യാണ്. നല്ലോണം എഫക്ട് ചെയ്യും. അത് അധികം ആൾക്കാർ അക്നോളജ് ചെയ്യാത്തൊരു കാര്യമാണ്. കാരണം സ്ത്രീകൾ അവരെ ഭയങ്കരമായിട്ട് അക്യൂസ് ചെയ്യും, ദേഷ്യം വരും. കാരണം ഇതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് താല്പര്യം തോന്നുന്നതും അറൗസൽ തോന്നുന്നതും ഒരു ഫെമിനൈൻ പെണ്ണുങ്ങളോടാണ്. ഐ മീൻ ലൈക്ക് പെണ്ണുങ്ങൾ പെർട്ടിക്കുലർ രീതിയിലാവണം എന്നല്ല ഞാൻ പറയണേ. പക്ഷെ നമുക്ക് ഓവർ ദ ടൈം പീരിയഡ് സ്ത്രീകൾ ഓൾമോസ്റ്റ് പുരുഷന്മാരുടെ പോലെയായി. എങ്ങനെ വേണമെങ്കിലും ഡ്രസ്സ് ചെയ്യാം, ഈക്വാളിറ്റീനെ കുറിച്ചല്ല ഞാൻ പറയണത്. നമ്മൾ ഡ്രസ്സിങ് ഫെമിനൈൻ, ആക്ടിങ് ഫെമിനൈൻ, ബിഹേവിങ്, വാക്കിംഗ്. ഈ ഫെമിനൈൻ എന്ന് പറയുന്നത് ഒരു സബ്മിസീവ്നെസ്സോ വീക്ക്നെസ്സോ അല്ല, അത് സ്ത്രീകൾ തിരിച്ചറിയണം. നേച്ചറാണ്. അതൊരു ഫെമിനൈൻ ആകുമ്പോൾ നമ്മൾ കൂടുതൽ പവർഫുൾ ആവുക, ബാക്കിയുള്ളവർ അവിടെ വീഴും. സോ യു ആർ നോട്ട് ബിക്കമിങ് വീക്കർ ഓർ സബ്മിസീവ് ബൈ ബീങ് ഫെമിനൈൻ. അത് മാത്രമല്ല, നമ്മൾ സുന്ദരിയാണ്, നമ്മുടെ സൗന്ദര്യം, നമ്മുടെ ശരീരം നമ്മൾ ഇഷ്ടപ്പെടുമ്പോൾ അതിലാണ് സെക്ഷുവാലിറ്റി ഡെവലപ്പ് ചെയ്യണം, അതിൽ സെൽഫ് എസ്റ്റീം ഡെവലപ്പ് ചെയ്യും. നന്നായിട്ട് ഡ്രസ്സ് ചെയ്തിറങ്ങിയാൽ ഗുഡ് ഹെയർ ഡേ ബാഡ് ഹെയർ ഡേ പോലെ. അപ്പം നമുക്ക് തന്നെ നല്ല ഫീലിംഗ് ഉണ്ടാവും, കോൺഫിഡൻസ്, സെൽഫ് എസ്റ്റീം കൂടും. അപ്പം ഇവിടെ കൗൺസിലിങ്ങിൽ പാർട്ടായിട്ട് ചെയ്യുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ ടീച്ചിങ് ദം ഹൗ ടു ബി ഫെമിനൈൻ, അതായത് ഹൗ ടു ലവ് ദെയർ ബോഡി. അപ്പോൾ അതിന് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണം, സെൽഫ് ഗ്രൂമിങ്ങിനും ഒരുങ്ങാനും ഇതിനൊക്കെ. പണ്ട് ആൾക്കാർ അതിന് ചെയ്തിരുന്നത് പോയി. പിന്നെ വേറൊന്ന്, രണ്ടാളും കണക്റ്റ് ആവണം. രണ്ടുപേരും ഫോണും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ ഈ കണക്ഷൻ എങ്ങനെ വരാനാ? ഒരാൾ VCOS, ഒരാൾ ഫോൺ അഡിക്റ്റും, വജാനസ്മസും, ഇൻഫെർട്ടിലിറ്റി. ഞങ്ങളിത് എങ്ങനെ ശരിയാക്കണം? അപ്പം നമ്മൾ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ രണ്ടാളും ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യേ. അപ്പം നമ്മളിവിടെ ചെയ്യണത് ഫോൺ ഡി അഡിക്ഷൻ മാത്രമല്ല, ഫോൺ ഡി അഡിക്ഷനും കൂടെയാണ്. ഫോണൊക്കെ മാറ്റി വെച്ച് ജോലി, അമ്മായിപ്പനും നാട്ടുകാരും വീട്ടുകാരും ഫ്രണ്ട്സും മാറ്റി വെച്ചിട്ട് നിങ്ങളൊന്ന് മുഖത്തോട് മുഖം നോക്ക്. നിങ്ങൾ ഇത്തിരി നേരം ഇരുന്ന് മിണ്ട്. നിങ്ങൾ കുറച്ച് അപ്പം ഇവിടെ കപ്പിൾ എക്സസൈസ് ചെയ്യിപ്പിക്കും, രണ്ടാളെയും കൂടെ ചേർത്ത് എക്സസൈസ് ചെയ്യിപ്പിക്കും. അപ്പം അവർ തമ്മിലുള്ള കണക്ഷൻ തിരിച്ചു വരും. അപ്പൊ പോണ്ട ഇതിൽ ഞാൻ കവർ ചെയ്യുന്നുണ്ട്. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ വിട്ടുപോയി. അങ്ങനെ വിട്ടുപോയാൽ ശരിയാവില്ല. ഇനിയിപ്പോൾ കല്യാണം വേണ്ടെന്നുള്ള അവസ്ഥയല്ലേ. പക്ഷേ ഇതൊക്കെ വേണം.